ഹായ്, ഇന്ന് നമ്മൾ റംലാനിന് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എണ്ണയിലൊന്നും പൊരിക്കാതെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിതിവിടെ കുറച്ച് വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ക്യാബേജ്, അതുപോലെ തന്നെ ക്യാപ്സിക്കം ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, തക്കാളി ഉണ്ട്. തക്കാളി എടുക്കുന്ന ടൈമിൽ അതിൻ്റെ കുരു എല്ലാം കളഞ്ഞിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഞാനിതിലേക്ക് ഒരു എഗ്ഗ് പുഴുങ്ങിയിട്ട് അതൊന്ന് ഗ്രേറ്റ് ചെയ്ത് ഇടുന്നുണ്ട്. ഇതിൻ്റെ പകരം നിങ്ങൾക്ക് ചിക്കനോ ബീഫോ എന്തെങ്കിലും ഇടാം കേട്ടോ. ഇനിയിപ്പോൾ ഒന്നും ഇല്ലാച്ചാലും ഒരു കുഴപ്പമില്ല. ഉറങ്ങി എണീറ്റിട്ട് ഇരിക്കുകയാണ് കേട്ടോ. നമ്മളെ വെജിറ്റബിൾസ് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ആ ഒരു രോദനാണ് കേട്ടത്. അവൾക്ക് ഞാൻ വേറെ പാത്രത്തിൽ വെച്ചിട്ടുണ്ട്, പക്ഷേ അത് അവൾക്ക് വേണ്ട. ഞാൻ ഈ ഇളക്കണ തന്നെ അവൾക്ക് വേണം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ മയോണൈസാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള മയോണൈസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ക്രഷ്ഡ് ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലിയാണ്, അതാണ് അത്ര അധികം ചേർത്തിട്ടുള്ളത് കേട്ടോ. ഇനി വേറെ ഒന്നുമില്ല, എല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്യുക. നമ്മൾ ഒരു ബ്രെഡ് എടുക്കണം, അതിൻ്റെ ഒരു സൈഡിൽ ബട്ടർ തേച്ച് കൊടുക്കുക. ഈ വെച്ചിട്ടുള്ള മിക്സ് എല്ലാം കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പുറത്തെ സൈഡിൽ നമുക്ക് വേണമെങ്കിൽ ടൊമാറ്റോ സോസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ എൻ്റെ കയ്യിൽ ടൊമാറ്റോ കെച്ചപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാനത് ചെയ്തിട്ടില്ല. നെക്സ്റ്റ് ഇനി ഒരു പാൻ എടുക്കണം, അതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ടോസ്റ്റ് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് അവിടെ വെച്ചിട്ട് നിർത്താം കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ബ്രെഡ് ഒന്നും കൂടി മൊഞ്ച് കൂട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അരികൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. ഞാൻ അതൊന്നും വേസ്റ്റ് ആക്കണ്ടെന്ന് കരുതിയിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇൻസ്റ്റയിലാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക, യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.